ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമ്മൾ കരുതിയില്ല അല്ലേ ചേച്ചി? ചേച്ചി പറ്റുമെങ്കിൽ ഗൗതത്തിനെ ഒന്ന് രക്ഷിക്കും. ഗൗതത്തിന് എന്തെങ്കിലും പറ്റിയാൽ അത് നേക്ക് താങ്ങാൻ പറ്റത്തില്ല. ഗൗതം അതാരാ? ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു ഗൗതം. അവർ ഇഷ്ടത്തിലാണെന്ന് ഞാൻ ഇപ്പം അടുത്തറിഞ്ഞേ. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? അപ്പോൾ എസ് കെയുടെ കാര്യമോ? പറ്റിപ്പോയി ചേച്ചി. ലേക്ക് അവനെയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എസ് കെ ലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കില്ലായിരുന്നു. അവനെന്തെങ്കിലും പറ്റിയ നമ്മൾ കളിച്ച കളിയെല്ലാം വെള്ളത്തിലാവും ചേച്ചി, പ്ലീസ്. ഇങ്ങോട്ടാടാ, ഞാൻ കൊല്ലാം. നോ താങ്ക്സ്, ഇന്ന് ഞാൻ നല്ല ഫോമിലാ. നോ ഇവനൊന്ന് ചെല്ല പറ അബേൽ, പ്ലീസ് പറ. ബോയ്സ് ഒന്ന് നിർത്തിക്ക്, ലേച്ചിക്ക് എന്തോ പറയാണ്ട്. ഗൗതം വേദനിച്ച ഗൗതം, ഞാൻ കാരണം നീയും കൂടി. ഗൗതം ഇങ്ങനെ കിടന്ന് കരയാതലയ. ഐ ആം ഓൾവേസ് വിത്ത് യു, യു ആർ മൈൻ. അവർക്ക് നമ്മളെ കൊന്നിട്ടേ പിരിക്കാൻ പറ്റൂ. കരയാതലയ പ്ലീസ്. ഗുഡ് ബൈ ലയ, ഐ ലവ് യു സോ മച്ച്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഐ ലവ് യു. സേ ബൈ ടു ഹിം. ഞാൻ ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരാൻ പാടില്ലായിരുന്നു ഗൗതം. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. പാട്രിക് പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനൊന്ന് വെറുതെ വിട്. ഐ വാണ്ട് യു ലയ. നീ എന്റെ കൂടെ വന്നാൽ അവന് വെറുതെ ഇടുന്നത് നമുക്കൊന്ന് ആലോചിക്കാം. ഐ ആം റെഡി. ഇനി അവനെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. സേ ബൈ ടു ഹിം. ബൈ ഗൗതം, സന്തോഷമായിരിക്കും. നോ ലയ, നോ. നീ എന്റേതാന്ന് പറ ലയ. യെസ് പാട്രിക്, ഐ ആം യുവേഴ്സ്. ഓ ഗോഡ്, എന്തൊരു അഡിക്ഷനായത്. ലയ, എന്ത് പറ്റി? ലയ. ആബേൽ അവന്റെ കാര്യം തീരുമാനമാക്കിയേക്കും. സാർ അങ്ങോട്ട് നോക്ക്, ചേച്ചി വരുന്നു. ഞാൻ കൃത്യസമയത്താണല്ലോ അല്ലേ അബേലെ? കം ഓൺ ചേച്ചി, ലയ രക്ഷപ്പെടുത്തിയത് കൊണ്ട് എന്ത് കിട്ടി? ഇതാ ഞങ്ങൾക്ക് ഇവനെയും കിട്ടി. ഞാൻ ഇന്നേ വരെ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ബട്ട് ഇവനെ വെറുതെ വിടണം എൻ്റെ കൂടെ. ചേച്ചിക്ക് എന്നാത്തിനാ ഇവനെ? നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ഈ പാവം കോളേജ് പ്രൊഫസർക്കാവില്ലടാ. പ്ലീസ് ഇവനെ വെറുതെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ ഇനി മുതൽ നീ എന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട. ചേച്ചി ഇത്രക്ക് സീരിയസ് ആണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. ബട്ട്
വൺ കണ്ടീഷൻ. പറ. ചേച്ചിയോ ഇവനോ ആ ഡോക്ടർ കൊച്ചില്ലേ ഞാൻ അവിടെ കൊണ്ടുവന്ന് തളച്ചിട്ടെ, അവളോ ഒരിക്കലും ലയെ കാണാൻ ശ്രമിക്കരുത്. ആബേൽ, നീ അനുവിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലയയും. അവൾ ഒരിക്കലും വേണമെന്ന് കരുതി ചെയ്തതല്ല, അനീതിക്കെതിരെ പോരാടിയതാണ്. ഓ, ചേച്ചിയും ചേച്ചിയുടെ ജൂനിയർ ഡോക്ടറും സഹായിച്ചത് തന്നെ ധാരാളം. എന്നതായാലും കാര്യങ്ങളൊന്ന് കലങ്ങി തെളിയും വരെ അവൻ കുറച്ചു കാലം നമ്മുടെ കൂടെ കഴിയട്ടെ, അല്ലേ ചേച്ചി? അവനെ പിടിച്ച് വണ്ടിയിലിടാ. അവനെ എൻ്റെ കാലിൽ കയറ്റ്. ഓക്കെ മാം. നമുക്ക് പോയാലോ? തനിക്കൊന്നും പറ്റില്ല. ഇങ്ങനെ കിടന്ന് കരയാതെ, എല്ലാം ശരിയാവും. നിങ്ങളാരാ? അവിടെ ഉണ്ടായിരുന്നത് പാട്രിക്കോ സൂര്യയോ ആബേൽ? അതാരാ? ഒന്ന് വീടെത്തട്ടടോ, എല്ലാം പറയാം. നീ എന്തിനാ എന്നിൽ നിന്നും ഇങ്ങനെ ഓടാൻ ശ്രമിക്കുന്നില്ലയാ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്? കണ്ണ് തുറക്കില്ലയാ. ഐ എം വെയിറ്റിംഗ് ഫോർ യു. എന്നെ ആരെങ്കിലും ഒന്ന് അയച്ചു വിട് ലയ. വേറെ അറിയൂ ലയ. ലയ, നിങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയാൽ എനിക്ക് ഇവനോടൊന്ന് സംസാരിക്കണം. ഓക്കെ മാം. സോറി ഗൗതം, ഇതിനെല്ലാം കാരണം ഞാനാണ്. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ഞാൻ കൃതിക കശ്യപ്, ഈ കശ്യപ് ഫാമിലിയിലെ മൂത്ത സന്താനം. കൃതിക കശ്യപ്? നിങ്ങളല്ലേ ആ സൈക്കാട്രിസ്റ്റ്? അതെ, ഞാൻ തന്നെയാണ് ദ ഗ്രേറ്റ് സൈക്കാട്രിസ്റ്റ് കൃതിക കശ്യപ്. എൻ്റെ ജൂനിയർ ആയിരുന്നു അനു. അനു എവിടെ? അവളും നിന്നെ പോലെ ഒരു റൂമിൽ അനങ്ങാൻ കഴിയാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ബ്രദേഴ്സാണ്. ഒരാൾ SK, ഒരാൾ ആബേൽ. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ ലയ ചെയ്തത്? ഒരു മാഫിയ ഡോണിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഒരു ഡോക്യുമെന്ററി ഇറക്കിയതോ? അതാണോ ഇത്ര വലിയ തെറ്റ്? അത് എല്ലാ ജേർണലിസ്റ്റും ചെയ്യുന്നതല്ലേ? എൻ്റെ ലയ ഇവിടെ, പ്ലീസ്. അതുമാത്രമാണോ അവൾ ചെയ്തത്? അല്ല, ഞാൻ സമ്മതിക്കുന്നു. അവൾ പാട്രിക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അവന്റെ ഇരട്ട സഹോദരനായ സൂര്യയെ പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചു. അത് അവർക്ക് മനസ്സിലാക്കിക്കൂടെ? അവളൊരു ജേർണലിസ്റ്റ് അല്ലേ? ജേർണലിസ്റ്റുകൾ പൊതുവെ ഇങ്ങനെ തന്നെയല്ലേ? പിന്നെ എന്തിനാ എൻ്റെ ലയ ഇങ്ങനെ? നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കഥയറിയാതെ ആട്ടം കാണുകയാണ്. എൻ്റെ സൂര്യയും പാട്രിക്കും ഒരാളാണ്. അവന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന രോഗമാണ്. അതേടോ, ദ ഗ്രേറ്റ് സൈക്കാട്രിസ്റ്റ് കൃതിക കശ്യപ് സ്വന്തം അനിയന്മാരെ രക്ഷപ്പെടുത്താൻ, അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ അവസാന പ്ലാനായിരുന്നു ഇത്. ഇത് ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ അവരുടെ പ്രശ്നം? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാട്രിക്കിൻ്റെ ഇരട്ട സഹോദരനെ കുറിച്ച് പുറംലോകം അറിഞ്ഞത് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ്. യെസ്, ഞാനത് ഓർക്കുന്നു. 7 വർഷം മുമ്പ് ഞങ്ങൾക്ക് നഷ്ടമായ ഞങ്ങളുടെ സൂര്യ എന്നുള്ള അവൻ്റെ ഒറിജിനൽ പേഴ്സണാലിറ്റിയാണ് ഡാൻസോ സൂര്യ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു. അതോടുകൂടി അവൻ്റെ പേഴ്സണാലിറ്റി പൂർണ്ണമായും മാറി. മറഞ്ഞുപോയ അവൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടുവരാൻ എൻ്റെ മുന്നിൽ ലയ മാത്രമായിരുന്നു ആകെയുള്ള വഴി. എൻ്റെ ലയയും അവൻ്റെ DIDയുമായിട്ട് എന്താ ബന്ധം? നിന്റെ ലയയാകുന്നതിന് മുമ്പ് 7 വർഷങ്ങൾക്ക് മുമ്പ് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് ലയക്ക് ഓർമ്മ പോലും കാണത്തില്ല. പക്ഷേ അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ അന്ന് ഡാൻസ് പഠിച്ചത്. 7 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷെ ലയ ചെയ്തതോ, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അവനെ പ്രണയിച്ചു വഞ്ചിച്ചു. അതോടുകൂടി അവൻ്റെ ഉള്ളിലെ മൃഗമുണർന്നു. അവളെ ഇവിടെ പിടിച്ചു കെട്ടും വരെ അവൻ SK ആയിരുന്നു. ഇപ്പോൾ അവൻ പാട്രിക്കാണ്. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പാട്രിക്. എന്ത് തെറ്റ് ചെയ്തിട്ട് അനുവിനെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നേ? അവളെങ്കിലും ജീവിക്കാൻ വിട്ടൂടെ? അവളുടെ അമ്മ അവളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ആബേലിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് അവൾ ഈ പരീക്ഷണത്തിന് എൻ്റെ ഒപ്പം കൂട്ടുനിന്നത്. എൻ്റെ ലയെ വെച്ച് കളിക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് 2 പേർക്കും? ആബേലും മനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന്. അവൾ SKയുമായി അടുത്ത് പ്രണയത്തിലാകണമെന്നാണ് ഞാനും അനുവും കരുതിയിരുന്നത്. പക്ഷേ എല്ലാം മാറി മറിഞ്ഞു. അനുവിന് ലയ എന്ന് വെച്ചാൽ ജീവനാടോ. അതുകൊണ്ടൊന്നു മാത്രമാണ് അവൾ ആബേലിനെ കൊല്ലാൻ നടക്കുന്നത്.
പക്ഷേ 7 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഡോക്ടർ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞോ? ഓ, എന്നാ ഭംഗിയുള്ള കയ്യ. നീ ഇതങ്ങോട്ടൊന്ന് വെച്ചേ. ഓ, ഇതിൽ ഞാൻ ഏതെടുക്കും? ഇവിടെ കുത്തിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കുത്തിയാലോ? ഓ, വാ തുറന്നിട്ടില്ല അല്ലേ? അബലിന്റെ ചേച്ചിയുടെ ഗൗതത്തിന് എന്ത് പറ്റി പറ അബൽ. ഗൗതത്തിന്റെ കാര്യം ക്ലോസ്ഡ്. എന്റെ ചേച്ചി എവിടെ അപ്പോ? അവക്ക് എന്ത് പറ്റി? അവളെ എന്ത് ചെയ്തു പാട്രിക്? പറ അബൽ, പറ. കിടന്ന് കാറണ്ട, ഗൗതത്തിനൊന്നും പറ്റിയിട്ടില്ല. അവൻ ചേച്ചിയുടെ കൂടെയുണ്ട്. ഈ റൂമിൽ നിന്ന് പുറത്തു പോയിക്കോ, അതാവും നിനക്ക് നല്ലത്. പോ. ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് സ്വയം നശിക്കാതെ അബൽ. എന്റെ ചേച്ചിയെ പാട്രിക് എന്ത് ചെയ്തു? പറ, എനിക്കറിയണം. പറ അബൽ, പറ. അവളെ അവൻ എന്ത് ചെയ്തെന്ന് അറിയണോ നിനക്ക്? അറിയണോ? അവളെ അവൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ അബൽ? അവനിതാ നിന്റെ ചേച്ചിയോട് ചെയ്ത്. അവന്റെ ഒറ്റ കിസിന് നിന്റെ ചേച്ചിയുടെ ബോധം പോയി. അപ്പൊ ബാക്കിയൊക്കെ അവളെങ്ങനെ താങ്ങൂടി? അബൽ പ്ലീസ്, അനുഭവിക്കേണ്ടത് മുഴുവനും ഞാനാ. അവളെ വെറുതെ വിടാൻ പറ പാട്രിക്കിനോട് പ്ലീസ്. വെറുതെ കിടന്ന് കണ്ണീര് കളയണ്ട. നീ 14 ദിവസത്തെ കാര്യം മറന്നുപോയോ? ഒന്നെങ്കിൽ നീ എന്നെ തീർക്ക്, അല്ലെങ്കിൽ ഞാൻ ലയെയും ഗോതത്തെയും തീർക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മറന്നുകൂടോ തനിക്ക് എൻ്റെ അനിയന് വേണ്ടി ലയെ? അതിനാണെങ്കിൽ മാഡം എന്നെ രക്ഷിക്കേണ്ടില്ലായിരുന്നു മാഡം. കണ്ണ് തുറക്കില്ലയ്യ, കണ്ണ് തുറക്ക്.